Good morning, friends and students. So, today we are going with the lesson chapter number 3 Ruling the Countryside NCRT Social History Based 1 for classes 8 standards. So, let us read the first paragraph. The company became the Divan. On 12th August 1765, the Mughal Emperor appointed the East India Company as the Diwan of Bengal. The actual event most probably took place in Robert Clive's tent, with a few Englishmen and Indians as witness. But in the painting above, the event is shown as a majestic occasion taking place in a grand setting. The painter was commissioned by Clive to record the memorable events in Clive's life. The grant of Diwani clearly was one such event in British imagination. അതായത് August 12, 1765 എല്ലാ ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് August 12, 1765 ദിവാൻ മുഗൾ എംപറർ തൻ്റെ ദിവാനി റൈറ്റ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നത്. സോ അതായത് അവരെ അപ്പോയിൻ്റ് ചെയ്യാണ് ദിവാൻ ഓഫ് ബംഗാളിൻ്റെ ദിവാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ അപ്പോയിൻ്റ് ചെയ്യണം. സോ അവർക്ക് അപ്പോൾ അവരുടെ കയ്യിലേക്ക് എത്തുകയാണ് റവന്യൂ റൈറ്റ്സ് എല്ലാം, റവന്യൂ സിസ്റ്റംസ്. അതായത് ഇപ്പോൾ നമ്മുടെ GST പോലെ തന്നെ റവന്യൂ സിസ്റ്റം അവരുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഓക്കെ, സോ അപ്പോൾ ആ സിസ്റ്റം ആ ദിവാൻ ഓഫ് ബംഗാൾ മുഗൾ എംപറർ ഇപ്പം നമ്മൾ കാണുന്ന ഫോട്ടോ അതാണ്, ഈസ്റ്റ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്നത്. സോ അത് റോബർട്ട് ക്ലൈവ് ആണ് ആ ഇംഗ്ലീഷ് മെൻസ്. സോ അവരുടെ ജീവിതത്തിൽ വളരെ മെമ്മറബിൾ ആയുള്ള ഒരു ദിവസമാണ്. കാരണം അവർ വന്നു, കച്ചവടം തുടങ്ങി, ഓരോന്നായി പിടിച്ചെടുത്തു, ഇപ്പം ദിവാൻ ഓഫ് ബംഗാളായി. അത് അവർക്ക് എന്താ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ക്ലൈവിൻ്റെ. അപ്പോൾ ക്ലൈവ് ഒരു പെയിൻറ്ററിനെ വിളിച്ച് അയാൾക്ക് കമ്മീഷൻ കൊടുത്താണ് ഈ ചിത്രം വരച്ചെടുത്തത്. കാരണം എന്നും പിൽക്കാലത്തും ഇനി ഫ്യൂച്ചറിൽ എല്ലാവർക്കും റോബർട്ട് ക്ലൈവ് ഒരു വലിയ ആളാണെന്ന് തോന്നണം എന്നുള്ളൊരു രീതിയിലാണ് ഇത് ചെയ്തത്. തീർച്ചയായും ഒരു വലിയ കാര്യമാണ് റോബർട്ട് ക്ലൈവിൻ്റെ ജീവിതത്തിൽ. കാരണം ഇവിടെ വന്നു, കച്ചവടം ചെയ്തു, വലിയ ആളായി കഴിഞ്ഞു. കാരണം നമ്മൾ റൈറ്റ്സ് കൊടുത്തത് കൊണ്ടാണ് അവർ ഇത്രയും സ്വാതന്ത്ര്യം എടുത്തതും. നമുക്ക് ഇവിടെ വിലയില്ലാത്ത എല്ലാ സാധനങ്ങളും അവർ ബ്രിട്ടനിൽ പോയിട്ട് വലിയ വിലയിൽ വിൽക്കും. അതായത് ദ ഫൈൻ ക്വാളിറ്റി ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, അത് കൊണ്ടുപോയി അവർ ബ്രിട്ടനിൽ വലിയ വിലയിൽ വിൽക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യ മോസ്റ്റ്ലി മുന്നോട്ട് നിൽക്കുന്നത് സ്പൈസസിലാണ്. അതായത് മലബാർ സ്പൈസസ്, എന്താ ക്ലൗസ്, കാഡമം, സിനമം, പെപ്പർ, അങ്ങനെ ഇതെല്ലാം ബ്രിട്ടനിൽ വലിയ വിലയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ബ്രിട്ടനിൽ നിന്ന് കുറേ ഗോൾഡും സിൽവറും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. പക്ഷേ ദിവാൻ ഓഫ് റൈറ്റ്സ് ദിവാൻ ഓഫ് ബംഗാൾ ആയതിനു ശേഷം റവന്യൂ റിസോഴ്സസിൻ്റെ റൈറ്റ്സ് ദിവാൻ ഓഫ് ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയതിന് ശേഷം അവർക്ക് ഗോൾഡും സിൽവറും ഒന്നും ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്താ, ഇവിടെ നിന്നുള്ള റവന്യൂ പിടിച്ചെടുക്കുന്നതിൽ തന്നെ അവർക്ക് അത് കൂടുതലാണ്. അതിൽ നിന്ന് തന്നെ അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള പൈസ കണ്ടെത്തുന്നുണ്ട് അവർ. സോ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സെൻറ്റൻസിൽ. നമുക്ക് സെക്കൻഡ് സെൻറ്റൻസിലേക്ക് പോവാം. ആസ് ദിവാൻ, the company became the chief financial administrator of the territory under the control. അതായത് ഇപ്പോൾ കമ്പനി ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായി. ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ, പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഫിനാൻഷ്യൽ, അതാണ് ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ആ ടെറിട്ടറിയുടെ ഓൾ ഓവർ ഫിനാൻഷ്യൽ കൺട്രോൾ ആരുടെ കയ്യിൽ വന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ വന്നു. അതാണ് ഞാൻ പറയുന്നത്, റവന്യൂ റിസോഴ്സസിനുള്ള ഒരു കൺട്രോൾ, അവർക്ക് ആ റവന്യൂ റിസോഴ്സിന് മൊത്തമുള്ള ഒരു കൺട്രോൾ ആർക്ക് വന്നു? ആരുടെ കയ്യിലേക്ക് വന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് വന്നു. നൗ ഇറ്റ് ഹാഡ് ടു തിങ്ക് ഓഫ് അഡ്മിനിസ്ട്രിങ് ദ ലാൻഡ് ആൻഡ് ഓർഗനൈസിങ് ഇറ്റ്സ് ഇവൻറ്റ്. സോ ഇപ്പം നെക്സ്റ്റ് അവർ ചെയ്യാൻ പോണത് എന്താ? നൗ ഇറ്റ് ഹാഡ് ടു തിങ്ക് ഓഫ് അഡ്മിനിസ്ട്രിങ്
the land and organizing its revenue resources. അപ്പോൾ ഇത്രയും നാളും റവന്യൂ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല. സോ ഇനി വേണം അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ, ഇനി പല ടൈപ്പിലുള്ള റവന്യൂ റിസോഴ്സസ് കൊണ്ടുവരാൻ. ഓക്കെ, ദിസ് ഹാഡ് ടു ബി ഡൺ ഇൻ എ വേ ദാറ്റ് കുഡ് yield enough revenue to meet the growing expenses of the company. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വളരെ ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നീക്കുള്ളൂ. അവർക്ക് കൂടുതൽ എന്താ ഒരു പ്രയോറിറ്റി, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് പോലെയാണ് അവർ ഇനി നീങ്ങാൻ അതുപോലെ വേണം റവന്യൂ സിസ്റ്റം വെക്കാൻ. അതായത് അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഉള്ള എല്ലാ തിങ്സും ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു റവന്യൂ സിസ്റ്റം കൊണ്ടുവരണം. നെക്സ്റ്റ്, a trading company had also to ensure that it could buy the products it needed and sell what it wanted. അപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനിക്ക് അതായത് ഒരു ട്രേഡിംഗ് കമ്പനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് വിൽക്കാം. അത് മാത്രമല്ല, എന്ത് വേണമെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം, അതായത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതായത് ട്രേഡിംഗ് കമ്പനി ഹാസ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ഇറ്റ് കുഡ് ബൈ ദ പ്രൊഡക്ട്സ്. അതായത് തീർച്ചയായും എൻഷുർ ചെയ്യണം, നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു എൻഷുറൻമെൻറ്റ് ചെയ്യണം ഈ റവന്യൂ നിന്ന്. സോ ഇറ്റ് നീഡഡ് ആൻഡ് സെൽ വാട്ട് ഇറ്റ് വാണ്ടഡ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെല്ല് ചെയ്യാനും പറ്റണം. സോ ഓവർ ദ ഇയേഴ്സ്, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. Over the years, the company also learned that it had to move with some caution. സോ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തൊട്ട് കമ്പനിക്ക് നമ്മളിനി കുറച്ചും കൂടി കരുത്തുകൾ നീക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു പ്രിക്കോഷൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് നോക്കാം. ബീയിങ് എൻ ഏലിയൻ പവർ, അത് ഏലിയൻസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് അന്യഗ്രഹ ജീവികൾ, നമുക്ക് ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത് അവർ വന്നാൽ നമ്മളെല്ലാവരും ഡിസ്ട്രോയ് ചെയ്യാനുള്ള അത്രയും പവർ അവരുടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഒരു വലിയൊരു ശക്തി, ഏലിയൻ പവർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ശക്തി നമുക്കിപ്പോൾ തന്നെ വേണം. ഇറ്റ് നീഡഡ് ടു പാസിഫൈ ദോസ് ഹു ഇസ് ഇൻ ദ പാസ്റ്റ് ഹാഡ് റൂൾ ദ കൺട്രി സൈഡ്. അതായത് ബീയിങ് എൻ ഏലിയൻ പവർ, ഇറ്റ് നീഡഡ് ടു പാസിഫൈ ദോസ് ഹു in the past had ruled the countryside and enjoyed authority and prestige. നമുക്ക് അവരുടെയും പവർ ഇല്ലാണ്ട് പറ്റില്ല. സോ അവരുടെ സ്പേസ് നമുക്ക് ഫില്ലപ്പ് ചെയ്യണം. അതായത് പണ്ടത്തെ നേരത്തെ അവർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, കുറേ കിങ് ഉണ്ടായിരുന്നു, മുഗൾ എംപറേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലം എല്ലാം കൂടി ഇവർക്ക് പാസിഫൈ ചെയ്യാൻ പറ്റില്ല, അതെല്ലാം കൂടി എടുക്കാൻ പറ്റൂല. പക്ഷേ ഒരു പപ്പറ്റ് പോലെ അവരെ നമുക്കവിടെ വെക്കണം. അതിനായിട്ടാണ് അവർ നെക്സ്റ്റ് നോക്കുന്നത്. ദോസ് ഹു ഹാഡ് ഹെൽഡ് ലോക്കൽ പവർ ഹാഡ് ടു കൺട്രോൾ ബട്ട് ദേ കുഡ് നോട്ട് ബി എൻറ്റയർലി ലിമിറ്റഡ്. അതായത് ഇവർ വരുന്നതിന് മുൻപ് കുറച്ച് കൺട്രോളേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ വാർഡ് മെമ്പേഴ്സ് പറയുന്നുണ്ട്, അതിൻ്റെ താഴെ കുറേ വാർഡിന് ഓരോ വാർഡ് മെമ്പേഴ്സ് ഉണ്ട്, അതിന് മേലെ ഒരാൾ, അതിന് മേലെ ഒരാൾ, അതിന് മേലെ ഒരാൾ, അങ്ങനെ കുറേ ഈ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. സോ അത് ഫുള്ളും കൂടി ഇവർ പാസിഫൈ ചെയ്യാൻ പറ്റില്ല, ഈ മൊത്തം സ്പേസ് കൂടി ഇവർക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് കാരണം. സോ അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആ ലോക്കൽ പവേഴ്സൊക്കെ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്ത് കാര്യം തീരുമാനിക്കാനും ഇവിടെ വന്ന് ചോദിച്ച് അതിന് ശേഷം മാത്രമേ ലോക്കൽ പവേഴ്സ് ലോക്കലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹൗ വാസ് ദിസ് ടു ബി ഡൺ? ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതായി അവരുടെ അടുത്ത ചിന്ത. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സീ ഹൗ ദ കമ്പനി കെയിം ടു കോളനൈസ് ദ കൺട്രി സൈഡ്. കോളനൈസ്ഡ് എന്ന് വെച്ചാൽ ഒരു കോളനി പോലെ ആക്കിയത്. ഇപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ കാണും എങ്ങനെയാണ് കമ്പനി നമ്മുടെ കൺട്രീനെ കോളനൈസ്ഡ് ആക്കിയതെന്ന്. ഓർഗനൈസ് റവന്യൂ റിസോഴ്സസ്, റീഫൈൻഡ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊഡ്യൂസ് ദ ക്രോപ്പ് ഇറ്റ് വാണ്ടഡ്. സോ ഓർഗനൈസ് റവന്യൂ റിസോഴ്സസ്, പിന്നെ ഡിഫൈൻ ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ,
അതായത് അവർക്ക് വേണ്ട റവന്യൂ റിസോഴ്സസ് അവർ ഓർഗനൈസ് ചെയ്യുന്നു. അതായത് ഇതിൽ കുറേ റവന്യൂ റിസോഴ്സസ് അവർ പുതിയത് കണ്ടുപിടിച്ച് ഇറക്കിയിട്ടുണ്ട്, റവന്യൂ സിസ്റ്റംസ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ വന്നേക്കുന്നത് എന്താ, റെഡിഫൈൻ എന്ന് വെച്ചാൽ പീപ്പിൾക്കുള്ള നമുക്കെല്ലാവർക്കുമുള്ള റൈറ്റ്സ് അവർ പിടിച്ചെടുക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കൂല, അവർ പറയണത് പക്ഷെ നമ്മൾ കേൾക്കുകയും വേണം. ആൻഡ് പ്രൊഡ്യൂസ് ദ ക്രോപ്സ് ഇറ്റ് വാണ്ടഡ്. എന്ത് ക്രോപ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞോ അതൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം വീറ്റ്, പാഡി, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള, ചിലപ്പോൾ ബ്രിട്ടനിലുള്ള വേറെ ചെടികൾ വേണമെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണ്. അത് നമുക്ക് ഡീപ്പ് ഇൻ ടു ദാറ്റ് നമുക്ക് പോകാം. അത് നെക്സ്റ്റ് പേജിലായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം, ഓർഗനൈസിങ് ദ റവന്യൂ സോഴ്സസ്. സോ മെയിൻലി ആയിട്ട് അവർ ചെയ്യാൻ പോണത് എന്തൊക്കെയാണ്? ഓർഗനൈസിങ് റവന്യൂ റിസോഴ്സസ്, റെഡിഫൈൻ ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊഡ്യൂസ് ദ ക്രോപ്പ് ഇറ്റ് വാണ്ടഡ്. ഇത് മൂന്നുമാണ് ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഓർഗനൈസ് ചെയ്യേണ്ടത്. സോ അത് ആദ്യം അവർ നോക്കുന്നത് റവന്യൂ റിസോഴ്സിൻ്റെ ഓർഗനൈസേഷനാണ്. നമുക്കത് നോക്കാം. റവന്യൂ ഫോർ ദ കൺട്രി. ദ കൺട്രി ഹാഡ് ബിക്കം ദിവാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ദിവാൻ ആയി കഴിഞ്ഞു. ബട്ട് ഇറ്റ് സ്റ്റിൽ സോ ഇറ്റ് സെൽഫ് പ്രൈമർലി ആസ് എ ട്രേഡർ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരിപ്പോഴും ഒരു ട്രേഡർ തന്നെയാണ്. ഇറ്റ് വാണ്ടഡ് എ ലാർജ് റവന്യൂ ഇൻകം ബട്ട് വാസ് അൺവില്ലിംഗ്ലി ടു സെറ്റ് അപ്പ് എനി റെഗുലർ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ. അവരെന്തൊക്കെ ദിവാനാന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ജോലി എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. സോ അതിന് വേണ്ടി അവർക്ക് വലിയൊരു റവന്യൂ ഇൻകം കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ടി അവർക്ക് കുറേ പൈസ വേണം. അതിനായിട്ട് അവർക്ക് ഇൻകം കിട്ടണം, വലിയൊരു എമൗണ്ട് ഇൻകം കിട്ടണം. പക്ഷേ അൺവില്ലിംഗ്ലി അവർക്ക് ആവാൻ താല്പര്യമില്ലാതെ ഈ റെഗുലർ സിസ്റ്റംസ് അവരുണ്ടാക്കാൻ നോക്കിയാണ്. കളക്ഷൻസും അസസ്മെൻറ്റ്സും ഒക്കെ നോക്കിയാണ് അവർ. The effort was to increase the revenue as much as it could and buy fine cotton and silk cloth as cheaply as possible. അതായത് അവരുടെ എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ റവന്യൂ ഇൻക്രീസ് ചെയ്യാനും, എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടും അവർക്ക് കോട്ടനും സിൽക്കും എല്ലാം ചീപ്പ് റേറ്റിൽ, പറ്റുന്നത്ര ചീപ്പ് റേറ്റിൽ മേടിക്കാനുമാണ് അവരുടെ ഇപ്പം അവർ ഈ ഒരുക്കുന്ന ഈ റവന്യൂ സിസ്റ്റം അവരുണ്ടാക്കുന്നത്. So within 5 years, the value of goods bought up by the company in Bengal doubled. അതായത് അവർ ബ്രിട്ടനിൽ നിന്ന് brought by the company in Bengal doubled. എന്താണ്? Within 5 years, 5 വർഷം കൊണ്ട് the value of good bought by the company in Bengal doubled. ബംഗാളിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന എല്ലാ ഗുഡ്സിൻ്റെ പ്രൈസും അവർ ഡബിളാക്കി. അതായത് ഇപ്പോൾ ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ ആ പേനയുടെ പൈസ 10 രൂപയാക്കിയെന്ന്. Before 1865, the company had purchased goods in India by importing gold and silver from Britain. So 1865 മുമ്പ് എങ്ങനെയായിരുന്നു കമ്പനി ഇവിടെയുള്ള ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രിട്ടനിൽ നിന്ന് ഗോൾഡും സിൽവറും ഇമ്പോർട്ട് ചെയ്താണ് ഇവിടെയുള്ള എല്ലാ ഗുഡ്സും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലുള്ള. പക്ഷേ now the revenue collected in Bengal could finance the purchase of goods for export. അതായത് പക്ഷേ ഇപ്പോഴോ ദ റവന്യൂ കളക്റ്റഡ്, ഇപ്പം നമ്മൾ റവന്യൂ കളക്റ്റഡ് ഇൻ ബംഗാളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ മതി അവർക്ക് എന്തിന്? ഗുഡ്സ് പർച്ചേസ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും. അത്രയ്ക്കും ഡബിളാക്കി കളഞ്ഞു അവർ, ഒറ്റയടിക്ക് ഡബിളാക്കി കഴിഞ്ഞു. അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഒറ്റയടിക്ക് ഡബിളാക്കി കഴിഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒറ്റയടിക്കെല്ലാം ഡബിളാക്കി കഴിഞ്ഞു. Soon it was clear that the Bengal economy was facing a deep crisis. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ബംഗാൾ ഇപ്പം നമുക്ക് അവരും ആൾക്കാർ അത്ര റിച്ച് അല്ല, എല്ലാവരും പോവർട്ടിയിൽ തന്നെയാണ് ഇപ്പോഴും. സോ ആ സമയത്ത് അവർ ഇങ്ങനെയും കൂടി റവന്യൂ കൂടി കൂട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യും? ഡീപ്പ് ക്രൈസിസസ് നമുക്ക് എന്തായാലും താങ്ങേണ്ടി വരും, വലിയ എന്തെങ്കിലുമൊക്കെ താങ്ങേണ്ടി വരും. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. Artisans were deserting villages since they were being forced to sell their goods to the company at low prices.
ഇത് അതിമോഹമാണ്. അതായത് ആർട്ടിസൻസിനെ ഫോഴ്സ് ചെയ്യാണ്. അതായത് നിങ്ങൾ എല്ലാ ഗുഡ്സും ഞങ്ങൾക്ക് വളരെ ലോ പ്രൈസിൽ സെല്ല് ചെയ്യണം. അപ്പോൾ അതിനവർ വഴങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ പണിഷ് ചെയ്യും. പെസൻസ് വെർ അൺഎബിൾ ടു പേ ദ ഡ്യൂസ് ദാറ്റ് വെർ ബീങ് ഡിമാൻഡഡ് ഫ്രം ദെയർ. അവരുടെ ഡ്യൂസ് ഒന്നും പെസൻസിന് പേ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും വലിയൊരു എമൗണ്ട് ആയിരിക്കും. Artisanal production was in decline and agriculture cultivation showed signs of collapse. Artisan productions നിന്നു, അഗ്രികൾച്ചർ കൾട്ടിവേഷനും കൊളാപ്സ് ആയിപ്പോയി. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരത്രയ്ക്കും പൈസ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും, എന്നാൽ നമ്മൾ അങ്ങോട്ട് കുറച്ച് വിൽക്കുകയും വേണം. Then in 1770 a terrible famine killed 10 million people in Bengal. ഒരു വലിയ ഒരു ഫുഡ് വെള്ളമില്ലാത്ത അവസ്ഥ കാരണം 10 million people in Bengal മരിച്ചു. About 1/3 of the population were wiped away. അപ്പോൾ ഇത്രയും പേര് മരിച്ചപ്പോൾ എന്താ പറ്റിയേ? ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലാഭമാണ്. കാരണം ഇനി 1/3 ഓഫ് ദ പീപ്പിളിന് മാത്രം അവർ എക്സ്പോർട്ട് ചെയ്താൽ മതിയല്ലോ എന്നോർത്ത്. പക്ഷെ ഒരു വലിയ ഫാമിൻ കാരണം, എന്നായിരുന്നു ഡേറ്റ് ഓർമ്മയുണ്ടോ? 1770. A terrible famine killed 10 million people in Bengal and 1/3 of the population was wiped away. Okay, and അതിൻ്റെ അടിയിലൊരു പിക്ചറുണ്ട്. A weekly market in മുർഷിദാബാദ് ഇൻ ബംഗാൾ. മുർഷിദാബാദിലുള്ള ഒരു വീക്ക്ലി മാർക്കറ്റാണത്. അത് പണ്ടത്തെ ചന്ത എന്ന് പറയുന്നത്. Peasants and artisans were rural areas regularly come to these weekly markets. വീക്ക്ലി മാർക്കറ്റ് ആണ്, അതായത് സൺഡേസ് മാത്രം തുറക്കുന്ന മാർക്കറ്റ്സ് ആണ്. മാർക്കറ്റ്സിന് അന്നത്തെ കാലത്ത് പറയുന്നത് ഹാർട്സ് എന്നാണ്. സ്പെല്ലിംഗ് പറഞ്ഞാൽ HAATS, ഹാർട്സ്. ടു സെൽ ദെയർ ഗുഡ്സ് ആൻഡ് ബൈ വാട്ട് ദേ നീഡഡ്. അവർക്ക് വിൽക്കാനും അവർക്ക് മേടിക്കാനും ഉള്ളൊരു മാർക്കറ്റായിരുന്നു ഇത്. These markets were badly affected during times of economic crisis. അതായത് പക്ഷേ ഈ മാർക്കറ്റ്സ് എല്ലാം എഫക്റ്റഡ് ആയി. ഈ റവന്യൂ സിസ്റ്റം വന്നപ്പോഴേക്കും അവർക്ക് മര്യാദക്കൊന്നും ഗുഡ്സ് മേടിക്കാനും പറ്റുന്നില്ല, ഒന്നും സെല്ല് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് വന്നിരിക്കുകയാണ്. സോ ഞാനിപ്പോൾ ഇത്രയും നിർത്തിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ഇത് ഇത്രയും പഠിപ്പിച്ചാലും നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലിടണം. ഓക്കെ.